പാലക്കാട് ഗണേശ വിഗ്രഹത്തോടുള്ള CPM അവഹേളനത്തിൽ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്ന CPM ധാർഷ്ട്യം പൊറുക്കാവുന്ന തെറ്റല്ല. ഹിന്ദു ഉത്സവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന വിമർശനം. CPM രാഷ്ട്രീയ പരിപാടി പോലെ ഗണേശോത്സവം സംഘടിപ്പിച്ചതിലാണ് വിമർശനം. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, ഇന്ന് ഗണേശോത്സവ പരിപാടിയിലാണ് CPM ചെഗുവേരയുടെ ചിത്രവും ഉൾപ്പെടെയായി ഘോഷയാത്ര നടത്തിയത്. വിശദാംശങ്ങൾ. പാലക്കാട് നടന്ന പരിപാടി വളരെ കൃത്യമായൊരു രാഷ്ട്രീയ വിമർശനം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പരിപാടി പോലെ നടത്തിയതാണ് എന്നുള്ളത് ദൃശ്യങ്ങൾ തന്നെ കാണുന്നതാണ്. ഗണേശ വിഗ്രഹത്തെ ഏതാണ്ട് അതിനൊപ്പം ഗണേശ വിഗ്രഹത്തോടൊപ്പം കുറച്ച് ആളുകൾ നിൽക്കുന്നു. അവർ ചില കൊടികളൊക്കെ വീശുന്നു. ആ കൊടികൾ എന്നൊക്കെ പറയുന്നത് വെള്ളക്കൊടിയൊക്കെ DYFIയുടെയൊക്കെ പതാകയുടെ നിറം പോലെയുള്ള കൊടികൾ വീശുന്നു. അതോടൊപ്പം തന്നെ ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച കൊടികളൊക്കെ വീശുന്നു. ഏതാണ്ടൊരു രാഷ്ട്രീയ പരിപാടി, ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചാലോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാനം കുട്ടികലാശത്തിനൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു പ്രകടനങ്ങളുമായിരുന്നു അതിൻ്റെ കൂടെ കണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രീതിയിലല്ല ഈ പറയുന്ന രീതിയിൽ എവിടെയും ഗണേശോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഗണേശോത്സവത്തിൻ്റെ വിഗ്രഹം പൂജയ്ക്ക് വയ്ക്കുന്നതും പിന്നീട് അത് ആചാരപൂർവ്വം തന്നെ പ്രത്യേക പൂജാവിധികളൊക്കെ ചെയ്ത് അതിനുശേഷമാണ് ഗണേശ വിഗ്രഹം നിമഞ്ജനത്തിനൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ പാലക്കാട് നടന്നത് തികച്ചും ഒരു രാഷ്ട്രീയ പരിപാടി പോലെ ഗണേശോത്സവം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ രൂക്ഷ വിമർശനവുമായിട്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹിന്ദു ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഒക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും അതോടൊപ്പം തന്നെ ഹിന്ദു ഉത്സവങ്ങളെ അവഹേളിക്കുന്നതും ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നതുമൊക്കെ CPM പതിവാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. ആ ധാർഷ്ട്യം പൊറുക്കാവുന്ന തെറ്റല്ല എന്നുള്ളത് RV ബാബു ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ഇതര മതാചാരങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിന് CPM ഇതുപോലെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഈ ആത്യന്തികമായി CPMൻ്റെ ലക്ഷ്യം ഹിന്ദുത്വത്തെയും ഹിന്ദുക്കളെയും തകർക്കുക എന്നുള്ളതാണെന്നും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഭാഗങ്ങളിൽ നിന്നും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗണേശ വിഗ്രഹത്തെ അതിന് നൽകേണ്ട പവിത്രതയോ അതിന് നൽകേണ്ട ആചാരപരമായിട്ടുള്ള ഒരു പൂജകളോ ഒന്നും നൽകാതെ ഏതാണ്ടൊരു രാഷ്ട്രീയ പരിപാടി പോലെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന വിമർശനമുണ്ടാകുന്നത്. സമൂഹത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലൊക്കെ CPMൻ്റെ രീതിയോട് വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ദൃശ്യ പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഗണേശ വിഗ്രഹത്തോടുള്ള CPM അവഹേളനത്തിലാണ് വിമർശനവുമായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്ന CPM ധാർഷ്ട്യം പൊറുക്കാവുന്ന തെറ്റല്ല എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഹിന്ദു ഉത്സവങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും വിമർശനമുണ്ട്.